ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ലിനുവിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടുത്തമൊന്നും എപ്പോഴും ഉണ്ടാവത്തില്ല. എല്ലാം ഒപ്പിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാ. തായ്ലൻഡ് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഞാനും സായും കൂടെ തായ്ലൻഡിലേക്കുള്ള എല്ലാ പരിപാടിയും ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് തായ്ലൻഡിൽ പോവാണ് എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി തായ്ലൻഡിൽ പോവാലോ? ഉറപ്പായിട്ടും പോവും. ഞാൻ പോവും. തായ്ലൻഡിൽ പോകണ സിജോ, നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തിൽ ആരാണ് ആദ്യം പറഞ്ഞത് പ്രണയം? അങ്ങനെ പറഞ്ഞില്ല. ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് സത്യം കേട്ടോ. അങ്ങനെ ഒരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇല്ല അങ്ങനെ ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ലിനുവിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ അല്ല, അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് ലിനു വളക്കുമായിരുന്നു. അങ്ങനെയാണ്, അതാണ് അതിന്റെ സത്യം. അല്ലാണ്ട് പ്രപ്പോസൽ അല്ല. ലിനുവിന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ? അവനെ അല്ല പറഞ്ഞപ്പോ തന്നെ താല്പര്യം? അങ്ങോട്ട് വന്നു കണ്ടു, സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ആദ്യം പപ്പയും മമ്മിയും കൂടെ എന്റെ വീട്ടിൽ വന്നു. ആദ്യം ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജോയുടെ വീട്ടിലേക്കൊന്ന് വരണം. സിജോ ഞങ്ങൾക്ക് അറിയില്ല, ആലപ്പുഴ ആണല്ലോ, 2 ഡിസ്ട്രിക്റ്റ് അല്ലേ, അപ്പോൾ എന്തായാലും സിജോനെ പറ്റി ഞങ്ങൾക്ക് അറിയണം. എനിക്ക് ഇങ്ങനെ പപ്പ പറഞ്ഞ് ഞാൻ ഏറ്റവും ആദ്യം സിജോനെ കുറിച്ച് അന്വേഷിക്കും. നാട്ടിൽ അന്വേഷിച്ച് സിജോനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം സിജോയുടെ വീട്ടിൽ വരും. അപ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിജോയുടെ വീട്ടിലേക്ക് വരത്തില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഓക്കെയാണ്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഓക്കെ പറയോ ഇല്ലെന്നുള്ളത്. കാരണം 2 ഓക്കെ പറയണം. എന്നെപ്പറ്റി അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം, വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ഓക്കെ പറയണം. ഭാഗ്യവശാൽ 2 സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു. പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു, പപ്പയും മമ്മിയും കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്നു, സംസാരിച്ചു. വിനിച്ചേട്ടനും ഷമീറിക്കൊക്കെ എന്നോട് ഉണ്ടായിരുന്നു. അങ്ങനെ വേണേ പെണ്ണുങ്ങളെന്ന് പറയാം. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞത്.